ഇന്നത്തെ കണ്ടന്റ് നോക്കിയാലോ, കുറച്ച് മുന്നേ വരെ പുതുതായി നിർമ്മിക്കുന്ന വീടുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു പെർഗോള ഡിസൈൻ. ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഈ ഡിസൈന് കോമൺ ആയിട്ട് കൊടുക്കാറുണ്ട്. വാളിൽ വെർട്ടിക്കലായിട്ടും റൂഫിലും ഷെയ്ഡിലും ഹൊറിസോണ്ടലായിട്ടാണ് ഇത് കൊടുക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയർ കേസിന്റെ ലാൻഡിംഗ് സ്പേസിലെ വാളിൽ നമ്മൾ വെന്റിലേഷന് വേണ്ടിയിട്ട് പെർഗോള ഡിസൈനാണ് കൊടുക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർഗോള ഡിസൈൻസ് നോക്കാം. കോൺക്രീറ്റ്, ഫാബ്രിക്കിൽ, അലുമിനിയം, അതേപോലെ തന്നെ വുഡൻ ടൈപ്സ് ഓഫ് പെർഗോളകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഇത് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് കൊടുക്കാറുണ്ട്. പകരമായിട്ട് നമുക്ക് പോളികാർബണേറ്റിന്റെ തിക്നെസ് കൂടിയ ഷീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റാണ്. ഇത് കോസ്റ്റ് എഫക്റ്റീവ് കൂടിയാണ്. ലിവിങ്ങിന്റെയും ഡൈനിങ്ങിന്റെയും പാർട്ടീഷൻ വാളായിട്ട് പെർഗോള ഡിസൈൻ കൊടുക്കാറുണ്ട്. കോൺക്രീറ്റിൽ പെർഗോളാസ് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്ക്വയർ ട്യൂബിൽ പെർഗോള ചെയ്യുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്ലിം ആയിട്ടുള്ള പെർഗോളാസ് സ്ക്വയർ ട്യൂബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.